ഞാനല്ലല്ലോ പറയുന്നത്, നിങ്ങൾ കാണുന്ന പടം. എന്നാലും ചേട്ടൻ്റെ ഒരു പാർട്ടാണല്ലോ, ചേട്ടനാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ ആള്. ചെറിയ പാർട്ട് വലിയ പടം വേറെ രീതിയിൽ പോയി. ഈ കഥ മുന്നോട്ട് പോയില്ല. എന്തായാലും പടം കാണും, 24 പടം കാണും. ചേട്ടൻ ഈ ആഗ്രഹിക്കുന്നുണ്ടോ ഈ ഇടയ്ക്ക് എന്റെ ഫോട്ടോ ഒക്കെ എങ്കിലും കാണിക്കണമെന്ന്? ട്രെയിലറിൽ ഫോട്ടോ ഉണ്ടല്ലോ, പലരും എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു. ട്രെയിലറിൽ ഫോട്ടോ ഉണ്ട്, കുറെ പേര് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ സിനിമ കണ്ടു എന്തെങ്കിലും കിട്ടിയാലോ. പ്രശ്നം പൊളിക്കോ? പൊളിക്കും, ഉറപ്പായിട്ട് കാണാം. ഓക്കെ. മൂവി ഇവിടെ ഉണ്ടാവോ? റേച്ചല് ജൂൺ 6 ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ അതിന്റെ പ്രൊമോഷൻസ് വീണ്ടും റീപ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. ഇന്നലെ ദൃശ്യം ഇറങ്ങിയ ശേഷം ഉണ്ടാവും. ഉറപ്പായിട്ടും വരുന്നുണ്ട്. ടീമിന്റെ കൂടെ തന്നെ കാണാം മതി. ഭയങ്കര ചമ്മലോടെ എല്ലാവരും ഈ സമയത്ത് തന്നെ ചേട്ടൻ എത്തിപ്പെട്ടല്ലോ എന്നുള്ളതാണ്. നമ്മൾ ആ സമയത്ത് ഇറങ്ങിയാലാണല്ലോ നമുക്കും മൈലേജ് ഉള്ളത്. അതന്നെ ഇവര് ചോദിച്ചിട്ട് പണം കണ്ടു നോക്ക്. ദൃശ്യം ഫസ്റ്റ് കാണാൻ പോയത് ഓർമ്മയുണ്ടോ? ഒന്നിച്ച് ഞങ്ങൾ പോയി ദൃശ്യം ഫസ്റ്റ് പടം കണ്ടിറങ്ങിയപ്പോ കാറിലല്ലേ ഓർമ്മയില്ലേ, നമ്മുടെ കാറിലൊക്കെ എനിക്ക് ആൾക്കാരുടെ ബഹളമായിരുന്നു. നീ ഇത്ര വൃത്തിയായിട്ടാണ് ഞാനെന്ത് പറയാനാ, വിജയ് സാറിനെ പോലത്തെ ലെജൻഡിനെ പറ്റി ഞാൻ ഒന്നും പറയാൻ ഒന്നുമല്ല. ഞാൻ ഒരു പടം അഭിനയിച്ചിട്ടുണ്ട്, കൂടെ വർക്ക് ചെയ്തപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളോടൊക്കെ ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് നമ്മുടെ അടുത്തൊക്കെ പെരുമാറിയിട്ടുണ്ട്. നമ്മൾ ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു വിജയ് സാർ വരണമെന്ന്, സംഭവിച്ചു. അൻസിബിയായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടോ? പിന്നെ എല്ലാവരുമായിട്ടും കോണ്ടാക്ട് ഉണ്ട്. ലാലേട്ടനായിട്ട് വരെ കോണ്ടാക്ട് ഉണ്ട്. ഫോട്ടോ സെഷൻ